സാർ ഇപ്പം എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. ഇപ്പോൾ ജർമ്മനിക്ക് പോകുമ്പം എല്ലാവരും കേൾക്കുന്ന ഒരു ഇതാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. എന്താണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ശരിക്കും? അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ബ്ലോക്ക്ഡ് അക്കൗണ്ട് ബേസിക്കലി നിങ്ങളുടെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടാണ്. റൈറ്റ്. ഇവിടുന്ന് പോകുന്ന ഒരാൾ ഒരു വർഷത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസസ് ജർമ്മനിയിൽ ഇപ്പം 9 പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ 9ൻ്റെ പേരിൽ ജർമ്മനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അതാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് ഇതെങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും അധികം കുട്ടികൾ പോകുന്നത് UK അവിടെ ഷോ മണിയാണ്. ആ ഫണ്ട് ഒരു വർഷത്തേക്ക് തന്നെ ഉള്ള ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും അത് ഇന്ത്യയിൽ കാണിച്ചാൽ മതി. ഓക്കെ, അവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ. ഈ ജർമ്മനിയുടെ കേസിൽ ഈ ഫണ്ട് 9ൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ജർമ്മനിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. സോ അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ദേ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഗോണ ബി എ ബർഡൻ ഫോർ ദം. ഓക്കെ. ജർമ്മൻ സ്റ്റേറ്റിന് നിങ്ങളൊരു ബേർഡൻ ആവില്ല. അവിടെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ട് ടൈം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിലും ലിവിങ്ങിന് ഒക്കെ ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വർഷം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ബ്ലോക്ക്ഡ് അക്കൗണ്ട്.